അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഹെൽത്ത്, ആരോഗ്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായും ചെയ്യേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തന്നെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അള്ളാഹു എന്നോട് ആരോഗ്യം ചോദിക്കുന്നു. സല്ലല്ലാഹു ആഫിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആരോഗ്യം ചോദിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുവിനോട്. നമ്മൾ ഖുനൂത്തിൽ പറയാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വആഫിനി ഫീമൻ ആഫൈത്. അല്ലാഹുവേ, നീ സുഖം നൽകിയവരോടുകൂടെ, ആഫിയത്ത് നൽകിയവരുടെ കൂടെ എനിക്കും ആഫിയത്ത് നൽകണമേ, ആരോഗ്യം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക. ആഫിയത്ത് അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ തൊട്ട് എന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ് എന്ന് നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നാം 100 എബവ് എന്ന് വേണം പറയാൻ. 100% അതിലപ്പുറം നമ്മളിപ്പോൾ ഹെൽത്തിയാണ്. അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. കാരണം നമുക്ക് നടക്കാൻ പറ്റുന്നു, ഇരിക്കാൻ പറ്റുന്നു, ചിരിക്കാൻ പറ്റുന്നു. എന്നാൽ നടക്കാനോ എഴുന്നേൽക്കാനോ സംസാരിക്കാനോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പോലും കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഭൂമിയിലാണ് നാം താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാം അനുഭവിക്കുമ്പോൾ അതിനുള്ള ഒരു നന്ദിബോധം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യം സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, സൂമു തസിഹു, നിങ്ങൾ വൃദ്ധമനുഷ്ഠിക്കൂ, ആരോഗ്യവാന്മാരാകൂ, ഹെൽത്തി ആവൂ. നോമ്പെടുക്കുമ്പോൾ നാം ആരോഗ്യവാനാവുകയാണ്. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ, വെളുത്ത വാവ് കറുത്ത വാവ് ദിവസങ്ങളിലൊക്കെ നമുക്ക് നോമ്പെടുക്കാം. അതൊക്കെ ആരോഗ്യമുണ്ടാവാൻ കാരണമാകും.